കാഴ്ചപ്പാടിൽ ഒരു ബുക്കിനെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ്. ബുക്കിന്റെ കൂടുതൽ വിവരങ്ങൾ സാറ് നമ്മോട് പങ്കുവെക്കുന്നതായിരിക്കും. അതിനുവേണ്ടി സാറിനെ ക്ഷണിക്കുന്നു. തുടങ്ങാലോ അല്ലേ? തുടങ്ങാം. ഹലോ, ഞാൻ എന്റെ ശബ്ദം കേൾക്കണില്ലേ? ഓക്കെ. അപ്പോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അതേപോലെ അമീൻ ഫാറൂഖ് സാറ്, പിന്നെ ടീച്ചർ. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഷൂസെ സാരമാഗു എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് റൈറ്ററുടെ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു നോവലിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഈ കൂട്ടത്തില് ഈ നോവല് വായിച്ച ആളുകളുണ്ടോ? ആരെങ്കിലും ഒരു പോർച്ചുഗീസ് റൈറ്ററുടെ എന്താണ് ബ്ലൈൻഡ്നെസ് 1995 രചിക്കപ്പെട്ട നോവലാണ്. ആരെങ്കിലും ഒക്കെ വായിച്ചവരുണ്ടോ? അമീൻ ഫാറൂഖ് സാറെ, ആരെങ്കിലും വായിച്ചവരുണ്ടാവാൻ സാധ്യത ഉണ്ടാ? കുറവാണ്. ഹലോ, ഓക്കെ. അപ്പൊ ഞാന് പറയാം. ഈ മഹാമാരികളെ കുറിച്ചിട്ട് ലോകത്ത് ഒരുപാട് നോവൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് ഈ ഷൂസെ സാരമാഗു എന്ന് പറയുന്ന പോർച്ചുഗീസ് റൈറ്ററുടെ ഈ ബ്ലൈൻഡ്നെസ്, അന്ധത. അതായത് 1998 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് നേടണ്ടായി. അതിന് മുൻപ് എഴുതിയ രചനയാണ് ഈ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഈ നോവല്. അപ്പൊ ഞാൻ ആദ്യം അതിന്റെ ഒരു തീം പറയാം. ഒരു പക്ഷേ തീം കേട്ടാല് നമുക്ക് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ത്രില്ലിങ് അനുഭവമുള്ള ഒരു നോവലാണ്. ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവൽ കൂടിയാണ് ഈ ബ്ലൈൻഡ്നെസ്, ഈ ഒരു നോവല്. ഈ നോവലിന് ഏറ്റവും ഒരു പ്രത്യേകത, ഇതിന്റെ കഥാപാത്രങ്ങൾക്കൊന്നും പേരില്ലാതെയാണ് ഈ നോവലിലെ കഥാപാത്രങ്ങളൊക്കെ ഉള്ളത്. ഉദാഹരണത്തിന് മുടന്തനായ ചങ്ങാതി, വക്കീല്, ഡോക്ടറുടെ ഭാര്യ, കള്ളൻ, വേശ്യ, ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെയാണ് ഈ നോവലില് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ സാധാരണ വായിക്കുന്ന നോവലിലേതുപോലെയുള്ള ഒരു ക്യാരക്ടർ നെയിം കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു കഥ എന്താന്ന് വെച്ചാല്, ഒരു ദിവസം ഒരാൾ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ട്രാഫിക് ജാമിൽ വെച്ചിട്ട് വണ്ടി കുറച്ചു നേരം ട്രാഫിക് ജാമിൽ പെട്ടു. ഈ സമയത്ത് ഈ മനുഷ്യന്റെ കണ്ണില് വല്ലാത്തൊരു വെളുത്ത പാട വന്ന് നിറയുന്ന പോലെ തോന്നി. കണ്ണിങ്ങനെ കാഴ്ച ഇല്ലാതാവാണ്. ഈ മനുഷ്യൻ വേദനയോടെ മനസ്സിലാക്കി തന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ് എന്നുള്ളത്. അപ്പോ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിറകിലെ വണ്ടികൾ ഇങ്ങനെ ഹോൺ ചെയ്യുന്നുണ്ട് ഈ വണ്ടി ഒന്ന് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ മനുഷ്യൻക്ക് മുൻപോട്ട് കാണുന്നില്ല. ആ സമയത്താണ് ഒരാൾ വന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യണോ, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു വരുന്നത്. അപ്പൊ ഈ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ആൾ പറഞ്ഞു, എനിക്കിങ്ങനെ പെട്ടെന്ന് എന്തോ കാഴ്ചക്ക് എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് ഫ്ലാറ്റിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഹെൽപ്പ് ചെയ്തു, വന്ന് കയറി ഡ്രൈവ് ചെയ്തു, അവിടെ കൊണ്ടാക്കി അദ്ദേഹത്തിനെ വീട്ടിൽ റൂമിലാക്കിയിട്ടാണ് അയാൾ തിരിച്ചു പോയത്. അന്ന് വൈകിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഭർത്താവിനോട് ചോദിച്ചു, നമ്മുടെ കാർ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഈ മനുഷ്യൻ ഞെട്ടിപ്പോയി, കാറ് താഴെ ഉണ്ടല്ലോ. അപ്പൊ ഈ സ്ത്രീ ചോദിക്കുകയാണ്, ഈ ഭാര്യ ചോദിക്കുകയാണ്, എന്താണ് റൂമൊക്കെ ഷെൽഫൊക്കെ ആകെ വലിച്ചു വാരി തുറന്നിട്ടിരിക്കുന്നത്. അപ്പൊ അവര് വേദനയോടെ മനസ്സിലാക്കി തന്നെ സഹായിച്ച ആ മനുഷ്യൻ തനിക്ക് കണ്ണ് കാണില്ല എന്ന് അറിഞ്ഞിട്ട് എല്ലാം മോഷ്ടിച്ചിട്ട് കടന്നിക്കാണ്. ഇതോടുകൂടി ഈ ഭാര്യ ആകെ ഒരു വിഷമത്തിലായി. പിറ്റേ ദിവസം പത്രത്തിൽ ഒരു വാർത്ത കണ്ടു, ഇദ്ദേഹത്തിന്റെ വാഹനം എവിടെയോ ചെന്നിടിച്ചിട്ട് ആ വാഹനാപകടത്തിൽ ഈ ഒരു കള്ളനായ മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അയാളുടെ കാഴ്ചയും നഷ്ടപ്പെട്ടു. അങ്ങനെ ആ വണ്ടിയിട്ട് പോകുമ്പോ ആ വണ്ടി ഇടിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യനെ, ഈ കണ്ണ് കാണാത്ത ഈ മനുഷ്യനാണ് നോവലിലെ ഫസ്റ്റത്തെ ഒരു കഥാപാത്രം. ഈ മനുഷ്യൻക്ക് ഇവിടെ പേര് കൊടുത്തിട്ടില്ല. ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഒരാൾ, അത്രയേ ഉള്ളൂ പേര്. ഇയാള് വേഗം ഒരു കണ്ണ് ഡോക്ടറെ കാണാൻ പോയി. കണ്ണ് ഡോക്ടറോട് പോയി പറഞ്ഞപ്പോ കണ്ണിന് യാതൊരു കുഴപ്പമില്ല, പക്ഷേ കാഴ്ചയില്ല. അങ്ങനെ കണ്ണ് ഡോക്ടറെ കണ്ടപ്പോ 2-3 പേരും അവിടെ ഇതുപോലെ കാഴ്ചയുടെ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ ഈ ഡോക്ടറുടെ കണ്ണിന്റെ കാഴ്ചയും പോയി. അങ്ങനെ ഒരു നാട് മുഴുവൻ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുക എന്നൊരു രോഗം ഒരു പകർച്ചവ്യാധി പോലെ പടരുന്നതാണ് ഈ നോവലിലെ ഇതിവൃത്തം. അങ്ങനെ സർക്കാർ ആകെ ഞെട്ടിപ്പോയി. കാരണം ഒരു നഗരത്തിലെ മുഴുവൻ ആളുകൾക്കും കാഴ്ചക്ക് നഷ്ടപ്പെടുക. അതിൽ ഈ കണ്ണ് ഡോക്ടറുടെ ഭാര്യക്ക് മാത്രം പ്രശ്നങ്ങളില്ല. അങ്ങനെ സർക്കാർ ഇവരൊക്കെ മുഴുവൻ ക്വാറന്റൈൻ ചെയ്യണമല്ലോ.
അതിനുവേണ്ടി സർക്കാർ ചില സ്കൂളുകളും കോളേജുകളും ഒക്കെ തയ്യാറാക്കിയിട്ട് കണ്ണു കാണാത്ത ആളുകളെ മുഴുവനും കൂടുതൽ പേരിലേക്ക് ഇത് പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെയും, ഒരു വക്കീലുണ്ട്, കള്ളന്മാരുണ്ട്, വേശ്യകളുണ്ട്, ഇങ്ങനെ ഈ ഒരു ഇത് പറയുന്നിടത്തൊന്നും എവിടെയും ഈ ഒരു കഥാപാത്രത്തിന്റെ പേര് പറയുന്നില്ല. ഇതിലെ പ്രധാന കഥാപാത്രം ഈ ഡോക്ടറും ഡോക്ടറുടെ ഭാര്യയുമാണ്. അവിടെയും ഡോക്ടറുടെ ഭാര്യ അതിലുപരി വേറൊരു ഒരു പേര് പറയുന്നില്ല ശരിക്കും ഈ നോവലിസ്റ്റ്. അങ്ങനെ ഓരോരുത്തരും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ഡോക്ടർ പ്രതീക്ഷിക്കുന്നത് തന്റെ അസുഖം മാറും, പ്രത്യേകിച്ച് കണ്ണിന് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പക്ഷേ ഓരോ ദിവസവും വാർത്തയിൽ വരുന്നത് കൊണ്ടുപോകാൻ വന്നു നോക്കുമ്പോ ഈ ഡോക്ടർ ഭാര്യ പറയാണ്, ഞാനും നിങ്ങളുടെ കൂടെ വരാം, ഞാൻ കണ്ണ് കാണാത്ത ഒരാളായിട്ട് ഞാൻ അഭിനയിക്കാം, നിങ്ങളെ സഹായിക്കാനെങ്കിലും എനിക്ക് കഴിയുമല്ലോ. അങ്ങനെ ഡോക്ടറുടെ ഭാര്യയും കണ്ണ് കാണാത്തവരെ പോലെ, കാരണം ആർക്കും പരസ്പരം കാണാനില്ല, അങ്ങനെ ആ ഒരു ക്വാറന്റൈനിലേക്ക് ഡോക്ടറുടെ ഭാര്യ പോവാണ്. അപ്പൊ ആ ക്വാറന്റൈനിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ ആയിരക്കണക്കിന് ആളുകൾക്കും പരസ്പരം കാണില്ല. പക്ഷെ ഡോക്ടറുടെ ഭാര്യ ഈ സ്ത്രീയുടെ കാര്യത്തിൽ ഇപ്പൊ മനുഷ്യർക്ക് എന്തും ചെയ്യാം, കാരണം എല്ലാവരും അന്ധന്മാരാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ചില ആളുകൾ ഭക്ഷണത്തിന്റെ ഉടമകളായിട്ട് മാറുകയാണ്. അവിടെയുള്ള ഭക്ഷണം ചില ആളുകൾ കയ്യേറിയിട്ട് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. ഇഷ്ടമുള്ളവൻ ഏതെങ്കിലും സ്ത്രീകളെ റേപ്പ് ചെയ്യാം, ലൈംഗികമായിട്ട് ദുരുപയോഗപ്പെടുത്താം. ഇങ്ങനെ പല നിലക്കും ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ വേദനയോടുകൂടി കാണുകയാണ് ഈ ഒരു ഡോക്ടർ. കാരണം എല്ലാവരുടെയും ധാരണ ഒരു നിലക്കും ആർക്കും കാണാനില്ല എന്നാണ്. പക്ഷേ ഡോക്ടറുടെ ഭാര്യയ്ക്കെല്ലാം കാണാം. അപ്പൊ അവിടെ ഭക്ഷണം അടക്കി വാഴുന്ന ഒരു ക്രിമിനൽ ഉണ്ട്. ആ ക്രിമിനൽ വിചാരിച്ചവർക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കൂ. അയാൾ വിചാരിച്ചാലേ ഒരു പെണ്ണിന്റെ മാനം നഷ്ടപ്പെടാതിരിക്കൂ. അയാളുടെ ധാരണ തന്നെ ആരും കാണുന്നില്ല, ആരും പരസ്പരം കാണുന്നില്ല എന്നാണ്. ഈ ഡോക്ടർ വേദനയോടെ തിരിച്ചറിയാണ് മനുഷ്യ എന്താണ് സ്റ്റോറി ഇപ്പൊ ഓർമ്മ വന്നു. ഓക്കെ 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 മുമ്പ് വായിച്ച ആള് ആരോ ആണ് കമന്റ് ചെയ്തത്. അപ്പോ ഈ രീതിയിൽ എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ ഈ സ്ത്രീക്ക് കഴിയില്ല. പക്ഷെ ആ സ്ത്രീ കണ്ണു കാണുന്ന ഡോക്ടറുടെ ഭാര്യ ശ്വാതരായിട്ട് ആ ഒരു ക്രിമിനലിനെ കൊന്നുകളയാണ്. കൊന്നുകളയുന്നതോട് കൂടിയിട്ട് അവിടെ മുഴുവനും മനസമാധാനമായി. പുറത്തേക്ക് ആര് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരെ പട്ടാളക്കാര് വെടിവെച്ചിടാണ്. ഒടുവിൽ പട്ടാളക്കാർക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി. എല്ലാവരുടെയും പ്രാശക്തികൾ പോയി. അപ്പൊ ഈ നോവല് പറയുന്ന ഒരു ഇതിവൃത്തം പക്ഷേ അതായത് ഒരു മഹാമാരി വന്ന സമയത്ത് യഥാർത്ഥ മനുഷ്യരാണ് ഈ നോയുടെ ഉള്ളിൽ ലൈംഗികത, മനുഷ്യ സ്നേഹം. മനുഷ്യനൊരു മഹാമാരിയിൽ പെട്ടുകഴിഞ്ഞാൽ അവന്റെ ഉള്ളിലുള്ള യഥാർത്ഥ സത്യം എന്താണെന്ന് പുറത്തു വരും. അപ്പോഴാണ് വളരെ സൗമ്യമായിട്ട് നിന്നിരുന്ന ഒരാളാണ് ക്രിമിനലായിട്ട് മാറിയത്. ഒന്നും കാണില്ലല്ലോ. ഇതിന് വേറൊരു തലം, മിസ്റ്റിക് തലം. അതായത് നമ്മൾ ലോകത്ത് ചെയ്യുന്നതൊക്കെ ആരും കാണുന്നില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ലോകത്ത് പല തെണ്ടിത്തരങ്ങളും ചെയ്യുന്നത്, പല തെമ്മാടിത്തരങ്ങളും ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. അതേപോലെ ആ ക്വാറന്റൈനിൽ എല്ലാം കാണുന്ന ഡോക്ടർ ഉണ്ട്. അവർക്കാർക്കും അത് അറിയില്ല. അവരാരും കാണുന്നില്ല എന്ന് കരുതി എന്തും ചെയ്യാനുള്ള ധൈര്യമാണ്. പക്ഷെ എല്ലാം കാണുന്ന ഡോക്ടറുടെ ഭാര്യ അവിടെ നീതി നടപ്പിലാക്കാൻ ഒടുവിലെ ആളുകൾ മുഴുവനും ക്വാറന്റൈനിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട്, അതായത് അതൊക്കെ തകർത്തിട്ട് നഗരങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ട്. നഗരങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇവർക്കൊന്നും കാണാനില്ലല്ലോ, കാശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുക. അങ്ങനെ ഒരു മനുഷ്യൻ ഒരു മഹാമാരി സമയത്ത് അവന്റെ യഥാർത്ഥ സ്വഭാവമാണെന്നാണ് 1922 ജനിച്ച് 2000 മരണപ്പെട്ടുപോയ ലോകത്തെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരു 10 പേരെടുത്ത് പരിശോധിച്ചാൽ ആ 10 ഒരാളാകാൻ യോഗ്യതയുള്ള ഒരാളാണ് ഷൂസെ സാരഭാഗം.
അതിന്റെ ഒരു ഉച്ചാരണം ഷൂഴേ സാരമാകൂ എന്നും പറയാറുണ്ട്. ജോസ് ഷൂഴേ സാരമാകൂ എന്നൊരു പോർച്ചുഗീസ് വേർഡാണ്. നമ്മളത് മലയാളീകരിക്കുമ്പോൾ ഷൂസേ സാരമാകൂ എന്നൊക്കെയാണ് മാതൃഭൂമിയൊക്കെ അതിനെക്കുറിച്ച് ഇത് മലയാളത്തിൽ എഴുതാറ്. അതുകൊണ്ടാണ് ഞാൻ ആ ഉച്ചാരണം പറഞ്ഞത്. ഭാഷാഭൂഷണിയിലൊക്കെ ഷൂഴേ സാരമാകൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നിങ്ങളിതിൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഉച്ചാരണം എങ്ങനെയാണോ വെച്ചാൽ ആ രീതിയിൽ പറയാം. അപ്പോ ഒടുവിൽ ഈ ഒരു നോവലിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ട ആളുകൾക്ക് അത് തിരിച്ചു കിട്ടുക. ആദ്യം കാഴ്ചശക്തി നഷ്ടപ്പെട്ട ആളുകളാണ് ഫസ്റ്റ് തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ ഓരോ മനുഷ്യരും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, പഴയ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ മനുഷ്യൻ അറിയാണ് ഞാനൊക്കെ എത്രയേ ഉള്ളൂ. ഒരു കാഴ്ചയില്ലാത്ത ഒരു ക്വാറന്റൈനിലേക്ക് ചെന്നപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്ന് ഓരോ മനുഷ്യരും തിരിച്ചറിയുന്നിടത്താണ് ഈ നോവൽ അവസാനിക്കുന്നത്. ഈ നോവലിന്റെ ഒടുവിലുള്ള ഒരു രംഗമുണ്ട്. അതാണ് ശരിക്കും നമ്മളെ മനസ്സിൽ കൊത്തിവലിച്ചത്. എല്ലാ മനുഷ്യർക്കും കാഴ്ചകൾ കിട്ടി. അവർ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ കൃത്യമായിട്ട് കണ്ട ഒരേ ഒരാളേ ഉള്ളൂ, ഡോക്ടറുടെ ഭാര്യ. ഒടുവിൽ ആ കണ്ണിൽ വെളുത്തൊരു പടർപ്പ് വരാൻ തുടങ്ങി. അവരുടെ കാഴ്ചയും പതുക്കെ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. വേദനയോടെ ഡോക്ടറുടെ ഭാര്യ തിരിച്ചറിയാണ് താൻ ഇന്നൊരു അന്ധയാണ് എന്ന്. അവിടെയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. പിന്നീട് 95 എഴുതിയ ഈ ഒരു നോവലിന് ശേഷം, നോബൽ പ്രൈസ് നേടിയതിനു ശേഷം, ഈ അന്ധത എന്ന് പറയുന്ന നോവലിന്റെ തുടർച്ചയായിട്ട് ദി സീയിങ്, കാഴ്ച എന്ന പേരിൽ മറ്റൊരു നോവൽ കൂടി എഴുതണ്ടായി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു വിഷയമല്ല. അപ്പോ ഒരു പക്ഷേ എന്റെ വായനയില് ഞാൻ വായിച്ച നോവലുകളിൽ ഒരു നോവലിന് തന്നെ മിസ്റ്റിക് തലത്തിലും അതേപോലെ പല നിലക്കും വ്യാഖ്യാനങ്ങൾ വരാവുന്ന ഒരു നോവലായിട്ട് എനിക്ക് തോന്നിയ ഒന്നാണ് ഈ ഷൂസേ സാരമാകുവിന്റെ ഈ ഒരു അന്ധത എന്ന് പറയുന്ന നോവൽ. അപ്പോ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇത് വായിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ മലയാള പരിഭാഷയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന മാതൃഭൂമിയോ അല്ലെങ്കിൽ DC-യോ ആണ് ഇതിന്റെ പരിഭാഷ ഇറക്കിയിട്ടുള്ളതെന്നാണ്. ഞാൻ കുറച്ചു മുൻപ് എന്റെ നാട്ടിലെ വായനശാല എന്ന് വായിച്ച പുസ്തകമാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ആ പുസ്തകമല്ല. അപ്പോ പരമാവധി വിദ്യാർത്ഥികൾ ഈ ഒരു നോവൽ വായിച്ചെടുക്കണം. ഇപ്പൊ ഈ ഒരു കോവിഡ് കാലത്തൊക്കെ, കാരണം ഈ മനുഷ്യൻ അവസാനത്തില് ഒരാൾക്ക് കൂടി അന്ധത വരുന്നു എന്നുള്ളത് ശരിക്കും ഒരു പ്രവചനാണ്. അതായത് മഹാമാരികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് ഇനിയും മനുഷ്യർക്ക് വരും എന്ന് ലോകത്തിനെ അറിയിക്കുക കൂടി ചെയ്തു എന്നുള്ളതൊക്കെയാണ് അതിന്റെ നിരൂപകരൊക്കെ പറയുന്നത്. അപ്പോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ എൻ്റെ ഈ ഒരു ഇത് അവസാനിപ്പിക്കുകയാണ്, പുസ്തക പരിചയം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തുടരാം. ഫാറൂഖ് സാർ, ഫാറൂഖ് സാർ മുങ്ങിയോ? സൗണ്ട് കേൾക്കാനിപ്പോ ചോദിച്ചതാ. ഇനി പല കുട്ടികളും ചിലരൊക്കെ വായിച്ചു എന്നൊക്കെ ഇത് വന്നിരുന്നു, കമന്റുകൾ വന്നിരുന്നു, മുമ്പ് വായിച്ച ഓർമ്മ വന്നു എന്നൊക്കെ. ഞാൻ PG ചെയ്യുന്ന സമയത്ത് പ്രൊജക്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ വെസ്റ്റയും ഈ ഒരു ബുക്കായിരുന്നു നോക്കിണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഞാന് സാറ് കഥ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. സാർ, ഞാനും ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഹലോ ഹലോ, സാറിന് കേൾക്കാനുണ്ട്? രണ്ടാമത് വായിച്ചു എന്ന് പറഞ്ഞ ആളാരാ? അതെ, ഞാൻ ഐശ്വര്യ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇംഗ്ലീഷാണോ? എനിക്ക് തോന്നുന്നത് ഇതില് ഈ ഒരു സ്റ്റോറിയില് അവിടെ ആളുകൾക്ക് വരുന്നത് ഈ വൈറ്റ് ബ്ലൈൻഡഡ്നെസ് ആണ്. അങ്ങനെ ഒരു അസുഖമാണ് ആളുകളിൽ സ്പ്രെഡ് ആവുന്നത്. അങ്ങനെ അവസാനം ഒരു ബുക്ക് റീഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഒരു വിഷൻ തിരിച്ചു കിട്ടുന്നത്. അങ്ങനെയാണ് ഇത് എൻഡ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയില്. പിന്നെ അതേപോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുന്ന സീനും സാർ ക്ലിയർ ആവണില്ല. രംഗം ഭക്ഷണം ഫക്കൂർ സാറ് വോയിസ് ക്ലിയർ ബ്രേക്ക് ആയിട്ട് പോണ.
എനിക്ക് ഇങ്ങോട്ടൊക്കെ പോയി കേൾക്കാണ്ട്. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഇല്ല, എപ്പോഴും ബ്രേക്ക് ആയി പോകുന്നുണ്ട്. മഴ പെയ്യുന്നത് കൊണ്ടേ നെറ്റിന്റെ ഒരു പ്രശ്നം കാരണം. അപ്പൊ എന്തായാലും ഒരു പുസ്തകത്തെ പരിചയപ്പെടാനായല്ലോ. അപ്പൊ നമുക്ക് ഞാൻ നിങ്ങൾക്ക് ചർച്ച തുടരാം. അതായിരിക്കും ഇവിടുത്തെ ഈ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും മഴ പെയ്യുന്നത് കൊണ്ട്. ഹലോ, അമീർ ഫാറൂഖ്, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേൾക്കാണ്ട്. ഇവിടെ മഴയുള്ളത് കൊണ്ടേ അതായിരിക്കാം മേ ബി നെറ്റിന്റെ പ്രശ്നം വരുന്നത്, ശബ്ദം മുറിഞ്ഞു പോകുന്നത്. അപ്പൊ എന്തായാലും ഞാന് തൽക്കാലം അവസാനിപ്പിക്കാലോ അല്ലേ? കുട്ടികൾക്ക് ഒരു പുതിയ പുസ്തകം പരിചയപ്പെടുത്താൻ കഴിഞ്ഞല്ലോ. പോകുന്നതിന് മുമ്പ് കുറച്ച് നല്ല വാക്കുകൾ പറയട്ടെ നിങ്ങളെ പറ്റിയിട്ട്, കുറച്ചും കൂടെ. എന്നാ ഫീഡ്ബാക്കിലേക്ക് കടക്കാം. നെക്സ്റ്റ് നമ്മളെ ഫീഡ്ബാക്കിലേക്കാണ് കിടക്കുന്നത്. ഫീഡ്ബാക്ക് പറയാനായിട്ട് ഹുസ്നയെ ക്ഷണിക്കുന്നു. ഹുസ്ന അവിടെ ഉണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ബ്ലൈൻഡ്നെസ് എന്ന ഈ ഒരു നോവല് വളരെ മനോഹരമായിട്ട് തന്നെ സാറ് നമ്മളെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു തവണയെങ്കിലും വായിച്ചു നോക്കാം എന്നുള്ളൊരു തോന്നല് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ കേട്ടിട്ട്. അതുപോലെ തന്നെ വളരെ ലളിതമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചത് കൊണ്ട് നമുക്ക് ആ ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? പെട്ടെന്നൊരു അന്ധത വരുമ്പോൾ ഉള്ള ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പോലും ഒരുപാട് അനീതികളാണ് അവിടെ നടക്കുന്നത് അല്ലെ? അവസാനം പറയുന്നുണ്ട്, കാണാൻ ശേഷിയുള്ള അന്ധരാണ് നമ്മള്, എന്നിട്ടും എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് അവസാനം പറയുന്നുണ്ട്. അപ്പൊ ആ ഡോക്ടറുടെ ഭാര്യയുടെ ആ അവസ്ഥ അത്രയും ഒരു മോശമാണ്. കാരണം അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങള്. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു നോവലായിരുന്നു. നമുക്ക് വായിക്കാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹുസ്ന. അടുത്തത് ഐശ്വര്യ ഫീഡ്ബാക്ക് പറയുന്നതായിരിക്കും. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത്രയും ഹിൻസ് തന്നിട്ട് നമ്മൾ ഇത് വായിക്കണം എന്നുള്ള ഒരു എന്താ പറയാ ആ ഒരു ക്യൂരിയോസിറ്റി ബാക്കിയുള്ളവരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ഈ പുസ്തകം വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഹുസ്ന പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ഓരോ ഹിൻസ് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഓക്കെ ഇത് വായിക്കണം, ബാക്കി എന്തൊക്കെയാണ് ഈ സ്റ്റോറിയിൽ ഉണ്ടാവുക എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാറിന്റെ ആ ഒരു റിവ്യൂ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദി ഈ ഒരു റിവ്യൂവിന്. ഓക്കെ, താങ്ക് യു ഐശ്വര്യ. സാർ എന്ന് പറയുന്നത് നമ്മുടെ സിൽവ മിസ്സിന്റെ ഒപ്പം കുറച്ച് നാള് വർക്ക് ചെയ്തതാണ്. സിൽവ മിസ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ടീച്ചർ ഉണ്ടല്ലേ? എന്താണ് ടീച്ചറെ, സുഖല്ലേ? ക്ലിപ്പ് ഡോക്ടറേറ്റ് ഒക്കെ നേടിയതൊക്കെ കേട്ടു. കേട്ടിട്ടുള്ളൂ. എല്ലാ ആർക്കും ചെലവ് വന്നില്ല. ചെലവ് വന്നില്ലല്ലേ? മാഷ് ഒരു ദിവസം കോളേജിലേക്ക് വരൂ. ഓക്കെ, തീർച്ചയായും. പിന്നെന്താണ്, വീട്ടിലാണോ ഇപ്പോ? വീട്ടിലാണ്. നിങ്ങളെവിടെ? കോലളമ്പിലാ? ഞാൻ കോലളമ്പില. അവിടെ എല്ലാവർക്കും സുഖല്ലേ? മക്കളൊക്കെ സുഖമായിരിക്കുന്ന? സുഖാണ്, സന്തോഷം. പിന്നെന്താ, നല്ല പ്രസന്റേഷൻ ആയിരുന്നു മാഷിന്റെ. താങ്ക് യു. പിന്നെന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടപ്പോ? KSRTC ബസ്സിൽ കയറിയ കഥയൊക്കെ പിള്ളേരോട് പറയലില്ലേ?
ഇല്ല, പണ്ടത്തെ കഥയൊക്കെ ഉപേക്ഷിച്ചു. അതെ അതെ. KSRTC ബസ്സിന്റെ പിറകില് കയറാതെ ഫ്രണ്ടില് സ്ത്രീകളുടെ സീറ്റിൽ കയറാൻ വേണ്ടി സ്ത്രീകളുടെ ഡോറ് നോക്കി പോയത്. അവിടെ ഒരു ഡോറേ ഉള്ളൂ ബസ്സിന്, ബാക്കില് മാത്രം. മാഷെ അതൊന്നും പറഞ്ഞ് കൊളാക്കല്ലേ. ഓക്കെ, ബാക്കി ശരി അമീൻ മാഷെ, ഫാറൂഖിനെ അറിയും. വന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. താങ്ക് യു മിസ്. ഇനി അടുത്തതായിട്ട് രമിത മിസ്സിനോട് ഹലോ, ഷഹീർ ടീച്ചർ, ഇത് അവിടുത്തെ ഷഹീർ ടീച്ചർ അല്ലേ? ടീച്ചർ അവിടെ ഉണ്ടോ? സ്റ്റുഡന്റ്. അല്ലാ, ഈ ഇപ്പൊ എന്നവിടെ പഠിക്കാൻ തുടങ്ങി? ഈ വിഷയം ഏതാ? എന്റെ ഇംഗ്ലീഷ് അല്ലല്ലോ. ആ ആ ആ ആ. എന്തായാലും കുറെ കാലത്തിന് ശേഷം നിങ്ങളെ കണ്ടത്. കൊറോണയ്ക്ക് ശേഷം കണ്ടിട്ടില്ല. ഇല്ലില്ല, അന്ന് പിന്നെ പോയതിന് ശേഷം കണ്ടില്ല. അങ്ങനെ പുതിയ മോള്. എന്താ ടീച്ചറ് ഫാമിലി ഒക്കെ സുഖല്ലേ? അത് ശരി, കഥാപാത്രങ്ങളൊക്കെ വീണ്ടും വന്നിട്ടല്ലേ? നോവല് കേൾക്കാനേ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുട്ടികളോട് പറഞ്ഞു നല്ല രസമുണ്ടാവും കേൾക്കാം. ആ, സന്തോഷം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. പ്രിൻസിപ്പൽ ഫക്രുദ്ദീൻ സാഹിബ്, താങ്ക് യു വെരി മച്ച്. ഞാൻ നസീർ അലി, ട്രെയിനിങ് കോളേജിൽ. ഞാൻ അമീൻ സാറിന്റെ കൂടെ ഉണ്ട്. അതെ അതെ, ഞാൻ അമീൻ സാറിന്റെ കൂടെ ഉണ്ട്. പക്ഷെ ഇന്ന് നാളത്തെ ഒരു പരിപാടി ബന്ധപ്പെട്ട് തിരക്കിലായതുകൊണ്ട് മുഴുവൻ സമയം ശ്രവിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും താങ്ക് യു വെരി മച്ച്. കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു. രമിത മിസ്. ഹലോ. ഹലോ. ആദ്യം സാറ് ഇത് ബുക്ക് വായിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോ ആർക്കും ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷെ സാറ് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ കുട്ടികൾക്ക് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നുള്ള സാറിന്റെ ആ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വായിക്കാത്തവർക്ക് നല്ലൊരു പുതിയ പുസ്തകം സാറ് വളരെ നല്ല ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സാർ. വെൽക്കം വെൽക്കം. ഇനി അവസാനിക്കാനായോ? ഇത് അവസാനിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഫക്രുദ്ദീൻ സാറ് എൻ്റെ സീനിയർ ആയിരുന്നു. എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഈ സീനിയേഴ്സിനെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. ഈ സീനിയേഴ്സിനെ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ മോട്ടിവേറ്റഡ് ആയത്. അതിനുശേഷം ഇവിടെ നമ്മൾ 2-3 പ്രോഗ്രാമുകൾക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിന്റെ കൂടെ സന്തത സഹചാരിയായിട്ട് ഇപ്പോഴും ഉള്ള ഒരു റസാ നിസാമി എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ ട്രെയിനറും ഇദ്ദേഹം ഒരു സ്പീക്കറുമായിട്ട് ഇവിടെ ഈ കോളേജിൽ 3 തവണ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. തീ വിടലും അതേപോലെ കുപ്പിച്ചില്ലൊക്കെ ഇട്ടിട്ട് കുപ്പിച്ചില്ല നടക്കലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു പ്രോഗ്രാം. പിന്നെ അതുപോലെ ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാനും പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളെ സ്റ്റുഡന്റ് ആയിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ സാധിച്ചത് വലിയ സന്തോഷം. നിങ്ങൾ വരാൻ
ഒരു ഇത്തിരി തിരക്കുണ്ട്. ഓരോ ദിവസം 2 ദിവസം കൂടുമ്പോഴൊക്കെ കണ്ടന്റുകൾ തയ്യാറാക്കേണ്ട തിടുക്കത്തിലായിരിക്കും. എങ്കിലും ഞങ്ങളുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുമായി സംവദിക്കാൻ വന്ന ഫക്രു സാറിന് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു. ഞാൻ ലെഫ്റ്റ് ആവാലോ അല്ലേ?